Hi friends, welcome back to എട്ടാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ അവർ മൂന്ന് പേരും എക്സാം എഴുതാനിരിക്കുകയായിരുന്നു. അതായത് കിലുവും ചുവാൻ എന്ന് വെച്ചാൽ ആ ബാക്കിൽ നടത്ത പയ്യട്ടാ, അവനും പിന്നെ ആനും. ഇവർ മൂന്ന് പേരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പേപ്പർ കണ്ടിട്ട് ആൻ തന്നെ ഭയങ്കരമായിട്ട് നെട്ടിപ്പോയി. കാരണം കിലു പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് വന്നിരുന്നു. ഇതെങ്ങനെ ഇവനക്ക് മാത്രം ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ അറിയാൻ പറ്റിയെന്ന് ഇങ്ങനെ ആൻ ആലോചിച്ചുകൊണ്ടിരുന്നു. അവൾ എക്സാം നന്നായിട്ട് എഴുതി പുറത്തേക്ക് ഇറങ്ങിയ വഴിക്ക് അവളുടെ പ്ലാന് വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ നോക്കുകയാണ്. അവളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാം ഒന്നുമല്ല, എങ്ങനെയെങ്കിലും കിലുവിനായിട്ടുള്ള ആ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവണം. അതായത് 1 മിനിറ്റ് കിലുവിനെ തൊട്ടാലേ ഇനി അവളുടെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് പാവം കുറേ ശ്രമിക്കുന്നുണ്ട്. സ്വാൻ പറഞ്ഞ ആ ഐഡിയ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അവളുടെ കയ്യിലൊരു പേപ്പർ ചുരുട്ടി പിടിച്ച് കിലുവിൻ്റെ തലയിൽ കയറ്റി ഇങ്ങനെ ഇടാൻ നോക്കിയത് അപ്പം തന്നെ കിലു തിരിഞ്ഞിട്ട്, നീ എന്താ സ്വാനായിട്ട് വല്ല ബറ്റ് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ തലയിൽ പേപ്പർ ഇടാനെന്തോ ശബ്ദം എടുത്ത് നടക്കുകയാണോ എന്ന് കിലു ചീത്ത പറഞ്ഞപ്പോൾ എന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റാതെ അവൾ കൈ നേരെ ബാക്കിൽ ഇട്ടിട്ട് സോറി എൻ്റെ ബാഡ് ടൈമാണ്, സോറി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. കിലു അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് കിലുവിനെ വീണ്ടും വിളിച്ചിട്ട് ആ ടീച്ചർ ആവോളം ചീത്ത പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കിലുവിന് ഈ പ്രാവശ്യത്തെ എക്സാമിലും 0 തന്നെയാണ് കിട്ടിയേക്കണത്. പേപ്പറൊക്കെ നോക്കി എന്നിട്ട് മിസ്സ് പറയുന്നുണ്ട്, നിനക്ക് ആൻസർ അറിയില്ല എന്ന് നീ പറയണ്ട, കാരണം നീ ഇതിൽ റോങ് ആൻസർ മാത്രമേ ടിക്ക് ചെയ്യാത്തുള്ളൂ, ബാക്കിയെല്ലാം ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസറൊക്കെ നീ ടിക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നീ വേണമെന്ന് വെച്ചാൽ ഇത് ചെയ്ത് എന്തായാലും നിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടിയ തീരും വൈകിട്ടത്തുള്ളിൽ തരാനൊക്കെ മിസ്സ് പറയുന്നുണ്ട്. അത് കേട്ട് കിലു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കിലുവിനെ മിസ് ഇങ്ങനെ കുറേ ചീത്ത പറയുന്നതൊക്കെ ആന അവിടെ നിന്ന് ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. ആൻ അതിന് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ആനും ചാനും വേണ്ടിയാണ് കിലു ഇപ്പം 0 മാർക്ക് വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആനും കിലും ചാനും എല്ലാവരും റേറ്റ് ആൻസേഴ്സ് കുറേ എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് ഡൗട്ട് ആവില്ലേ, അപ്പോൾ ഇനിയും റീ ടെസ്റ്റ് എടുക്കാൻ വരും. അതുകൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കിലു എക്സാമിന് 0 മാർക്ക് കരുതി കുട്ടി വാങ്ങിച്ചത്. പിന്നെ നേരെ കാണിക്കുന്നത് സ്വാനെയാണ്. ആ ബാക്കിൽ നടത്തുന്ന പയ്യൻ സാൻവൈനോട് സംസാരിക്കുകയാണ്. അവളെന്ന് വെച്ചാൽ കടന്നൽ കുത്തിയ പോലെയാണ് മുഖം വെച്ചിരിക്കുന്നത്. കാരണം ആനിനാണ് കൂടുതൽ മാർക്ക് കിട്ടിയേക്കണേ സ്വാനേക്കാളും. അപ്പൊ സ്വാൻ പറയുന്നുണ്ട് അവൾ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾക്ക് മത്സരം അങ്ങനെ ഒന്നുമില്ല. പിന്നെ കിലു അവൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് സ്വാൻവൈക്ക് ഒട്ടും സൂചിച്ചില്ല. അവള് കിളു പറഞ്ഞു കൊടുത്തുന്ന ഈ ആന എന്ന് പറഞ്ഞാൽ അവൾ ദേഷ്യത്തോടെ അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഇപ്പം സ്വാനും ആനുമാണ്. ആനെന്ന് വെച്ചാൽ കിലുവിന് എങ്ങനെയെങ്കിലും തൊഴ, സ്വാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സൈവനെ എങ്ങനെയെങ്കിലും കറക്കിയെടുക്കണം. അതായത് സൈവനോട് സ്വാനൊരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ദീർഘശ്വാസം വലിച്ചു വിട്ടിട്ട് എന്തൊരു പാടാലേ ഇത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു വഴിയും കാണുന്നില്ലെന്നോന്ന് ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി പതിവ് പോലെ ആൻ അവളുടെ ഡയറിയിൽ എഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ പതിവ് തെറ്റിച്ചിട്ട് കിലു പാവാണ്, ഞാൻ വിചാരിച്ച പോലെ അവൻ രാക്ഷസനൊന്നല്ല, അവനക്ക് എന്തോ ഒരു നന്മൊക്കെ ഉണ്ടെന്നാണ് ഇങ്ങനെ ഡയറിയിൽ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ കിലുവിൻ്റെ അമ്മ വന്നിട്ട് പരീക്ഷയിൽ ആനിന് നല്ല മാർക്കുള്ളതുകൊണ്ടും കിലുവിനേക്കാളും ടോപ്പ് വന്നതുകൊണ്ടും കൂടി ഒരു പ്രൈസായിട്ട് ഒരു ഐപാഡ് കൊടുക്കുന്നുണ്ട്. ഐപാഡ് കൊടുത്തപ്പോൾ ആദ്യം ആനത് നിരസിച്ചെങ്കിലും പിന്നെ കിലുവിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം അവൾ അത് വാങ്ങുകയാണ് ചെയ്തത്. കിലുവിൻ്റെ അമ്മ അത് അവൾക്ക് കൊടുക്കുന്ന നേരം ഒരു കാര്യം പറഞ്ഞിരുന്നേ, അതിൻ്റെ ഉള്ളിൽ ഒരു സർപ്രൈസ് ഉണ്ട്, അത് നോക്കാനാണ് പറഞ്ഞത്. അവൾ പെട്ടെന്ന് ആ ഐപാഡ് ഓപ്പൺ ചെയ്ത് നോക്കിയത് അവൾ ഞെട്ടിപ്പോവാണ്. അവൾ അപ്പം തന്നെ ആ ഐപാഡ് അടച്ചു വെച്ചു. കാരണം ആ ഐപാഡിലെ പ്രൊഫൈൽ പിക്ചർ കിലുവിൻ്റെ ആൻ്റെയും ഫോട്ടോ ആയിരുന്നു. എങ്ങാനിത് വേറെ വല്ലവരും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും തെറ്റിദ്ധരിക്കുന്ന അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവളെ മുഖം വാടിയത്. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, ഈ ആൻറ്റി എന്തുകൊണ്ടൊക്കെ ചെയ്യുന്നത്, ഈ ആൻറ്റിക്ക് വല്ല ഭ്രാന്തുണ്ടോ, ഇതൊക്കെ ആൾക്കാർ കണ്ടാൽ എന്താ വിചാരിക്കാന്നിങ്ങനെ അവൾ ആലോചിക്കുന്നുണ്ട്. പിറ്റേ ദിവസം സ്കൂളിൽ പോകുന്ന ടൈമിൽ അവൾ എങ്ങനെയെങ്കിലും കിലുവിനെ തൊടണം, ആൻറ്റിനെ ഇനി വിഷമിപ്പിക്കാൻ പാടില്ല, ആൻറ്റി എനിക്ക് ഇത്ര ഉപകാരമൊക്കെ ചെയ്യുന്നതല്ലേ എന്നിങ്ങനെ ആലോചിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ കിലുവിൻ്റെ അടുത്തേക്കായി അവൾ നീങ്ങി നിന്നിട്ട് അവനെ തൊടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കിലു തിരിഞ്ഞു നിന്നിട്ട് ആനോട്, നിനക്ക് എന്താ പ്രശ്നം, നിൻ്റെ എൻ്റെ കൈയിൻ്റെ മുകളിൽ നിന്ന് എടുത്തേ എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, അമ്മ നിന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്നുണ്ട് അല്ലേ ആ ഫിസിക്കൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആനി അതൊന്നല്ല, എനിക്കെന്നാലും ആൻറ്റീനെ വിഷമിപ്പിക്കരുതെന്നൊരു തോന്നൽ, അതുകൊണ്ടാണെന്ന് പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. ഇപ്പോഴും ക്ലാസ് റൂമിൽ കിലു കിടന്ന് ഉറങ്ങാണ്. ആനാണെന്ന് വെച്ചാൽ കിലുവിനെ നോക്കിക്കൊണ്ട് ഇതിപ്പോൾ എങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ച് ഇരിക്കുകയാണ്. എന്നിട്ട് ആനി സ്വാനോടായി പറയുന്നുണ്ട്,
ഇവൻ എന്നും രാത്രി ഉറങ്ങാറില്ലേ, ഏത് ടൈമും ക്ലാസ്സിൽ വന്നാൽ ഉറക്കാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് കിലോൻ്റെ ഫോൺ റിങ് ചെയ്യുമ്പോൾ അവൻ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത്. അവൻ്റെ പിന്നാലെ തന്നെ ആൻ ഓടുന്നുണ്ട്. ഇത് കണ്ടിട്ട് സാൻ വൈക്ക് ഒട്ടും സഹിക്കാനേ പറ്റുന്നില്ല. അവൾക്ക് ദേഷ്യം വന്ന് മുഖം കടന്നൽ കുത്തിയ പോലെ വെച്ചേക്കാണ്. കിലു ഫോണിലൂടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏതോ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്, 14 വർഷം മുമ്പ് അവൻ കണ്ടുമുട്ടിയ ഏതോ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് അവൻ പറയുന്നത്. ഏകദേശം അവൻ്റെ സെയിം ഏജുള്ള ആ പെൺകുട്ടിയാണ് അവൻ ആപത്തിൽ നിന്നൊക്കെ രക്ഷിച്ചത്. ആ കുട്ടീനെ കുറേ അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടിയില്ല എന്നുള്ള അറിയിപ്പ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആ ഫോൺ കോൾ വന്നിരിക്കുന്നത്. കിലു അപ്പം തന്നെ സാരില്ല, നിങ്ങളെ സെർച്ചിങ് തുടർന്നോ, പിന്നെ അച്ഛനോടും അമ്മനോടും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ആൻ അവിടേക്ക് വന്നിട്ട് നീ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കണേ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ നിർത്താതെ പറയുമ്പോൾ കിലു പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കും, നിനക്ക് ഭയങ്കര ഒച്ച കൂടുതലാണ് എന്ന് പറയുന്നു. അപ്പോൾ ആൻ പറയാണ് എന്തായാലും ഞാനിന്ന് നിന്നെ എന്തായാലും സന്തോഷിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് കിലുവിനെ വട്ടം തിരിഞ്ഞിട്ട് എങ്ങനെ ഇവനിപ്പോൾ സന്തോഷിപ്പിക്കാമെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ആനൊരു ഐഡിയ കിട്ടിയത്. അതിൻ്റെ ഇടയിൽ അവൾ സ്മൂത്തായിട്ട് ആ ഫിസിക്കൽ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാന്നുള്ള വിചാരത്തിലാണേ അവൾ പോയിട്ട് ഒരു പട്ടിയുടെ മുഖച്ചായുള്ള സാധനങ്ങളെന്ന് തോന്നുന്നു അതുപോലത്തെ ഒരു ടോയ് എടുത്തിട്ട് നിൽക്കണേ. അത് വാ തുറന്ന് നിൽക്കുന്ന പോലത്തെ ടോയാണ്. ആ വാ തുറന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പല്ലുണ്ട്. ആ പല്ലിങ്ങനെ അമർത്താനൊക്കെ പറ്റും. കളി എന്താണെന്ന് വെച്ചാൽ ഈ പല്ല് അമർത്തണം. ഈ പല്ല് അമർത്തുമ്പോൾ തന്നെ ഈ പട്ടിയുടെ വായ അടയും. ഈ പട്ടിയുടെ വായ അടയുമ്പോൾ കൈ അതിൻ്റെ ഉള്ളിൽ പെടാതെ കൈ പുറത്ത് കിടക്കുന്ന ആളാണ് പാസ്സാവുക. അതായിരുന്നു അവരുടെ ഗെയിം. അത് കളിക്കാനായിട്ട് കിലുവിൻ്റെ ആൻ്റെ നടുക്കിലായി അത് കൊണ്ടുവച്ചിട്ട് ആൻ പറയാണ് ഫസ്റ്റ് തൻ്റെ വിടും, ഞാൻ ഫസ്റ്റ് കളിക്കാം എന്ന് പറഞ്ഞിട്ട് ആന് ആ പല്ലിലൊന്ന് തൊടുന്നുണ്ട്. എന്നിട്ട് കൈ വലിച്ചിട്ട് ഞാൻ ജയിച്ചു, ഇനി നിൻ്റെ വിടാന്ന് കിലുവിനോട് പറയുമ്പോൾ കിലു അത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആനും എന്നാൽ ശരി ഞാൻ ഒരു വട്ടം കൂടി തൊടാന്ന് പറഞ്ഞ് വീണ്ടും തൊടുന്നുണ്ട്. പക്ഷേ ഈ ടൈമും കിലുവിനോട് പറഞ്ഞിട്ട് കിലു തൊടുന്നേ ഇല്ല. അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുമ്പോൾ കിലു തൊടാനായിട്ട് കൈയെടുത്ത് ആ പല്ലിൻ്റെ മുകളിൽ വെച്ചതും ആനും എടുത്തിട്ട് പല്ലിൻ്റെ മുകളിലേക്കായി വെക്കുന്നുണ്ട്. രണ്ടുപേരും അറിയാതെ വെച്ച് പോയതാട്ടാ. രണ്ടുപേരും അത് അമക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കിലുവിൻ്റെ ആൻ്റെ കയ്യിലുള്ള ആ ബ്രാൻഡ്ലെറ്റിൽ ടൈം ഫില്ലാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 1 മിനിറ്റ് ടാസ്ക് ഇല്ലേ, ഫിസിക്കൽ ടാസ്ക്, കിലുവിനെ തൊട്ടിരിക്കണമെന്ന്, അത് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പട്ടിയുടെ വായയുടെ ഉള്ളിൽ രണ്ടുപേരെ കൈ തൊട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ആൻ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ കിലു പറയാണ് നിനക്ക് ഫിസിക്കൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. സാറില്ല കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും, അതുവരെ ഇങ്ങനെ ഇരിക്കുകയെന്ന് പറയുമ്പോൾ ആനു സന്തോഷത്തോടുകൂടി ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ കിലു 1 മിനിറ്റ് കഴിഞ്ഞ് കൈയെടുത്ത് മാറ്റുന്നുണ്ട്. ഇതേ സമയം ക്ലാസ് റൂമിൽ സൈമനെ കുറേ നേരം നോക്കി നിന്നിട്ട് ചാനു മടുപ്പ് തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. അവളുടെ ഈ ഗൗരവം പിടിച്ച മുഖം തന്നെയല്ല എപ്പോഴും കാണുന്നത്. അവൻ അവിടെ നിന്ന് ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോകുമ്പോൾ അവൻ്റെ കൈ തട്ടിയിട്ട് എൻ്റെ ആ ഐപാഡില്ല അത് നിലത്ത് വീഴുന്നുണ്ട്. അതെടുത്ത് നോക്കും, ആ വാൾപേപ്പർ കണ്ടിട്ട് ആകെ ഞെട്ടിത്തെറിച്ച് എന്തോ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ചാൻ അവിടെ നിൽക്കുമ്പോൾ ചുറ്റുള്ള എല്ലാ കുട്ടികളും വന്ന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ആ ഐപാഡിലേക്ക് നോക്കുമ്പോൾ കിലുവിൻ്റെയും ആൻ്റെയും വാൾപേപ്പർ എല്ലാവരും കാണുന്നുണ്ട്. അങ്ങനെ സൈവണും ഓടി വന്ന് എന്താ അതെന്ന് നോക്കുമ്പോൾ അവളും അത് കണ്ട് ഞെട്ടുന്നുണ്ട്. അങ്ങനെ സൈവനെ പേടിയോടെ എന്തോ ഒരു ഭയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. സൈവൺ എന്ന് വെച്ചാൽ അവനെ നോക്കി കണ്ണുറപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വെച്ചിട്ട് 8ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന 9ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ അത് വരുന്നവർക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.